ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് ഒരു കൂട്ടരുടെ അവസ്ഥ? അവർ സ്ത്രീകളെയും ഭക്ഷണത്തെയും സുഗന്ധത്തെയുമെല്ലാം സ്വശരീരങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഞാനാണെങ്കിൽ പുരോഹിതന്മാരും പാതിരിമാരുമാകാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. കാരണം പെണ്ണിനെയും മാംസത്തെയും ഉപേക്ഷിക്കണമെന്നൊരു നിയമം എൻ്റെ മതത്തിലില്ല. അതോടെ ഖുർആൻ ഇറങ്ങി, ഓ സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച നല്ല കാര്യങ്ങളെ നിങ്ങൾ ഹറാമാക്കരുത്, നിങ്ങൾ പരിധി ലംഘിക്കുകയുമരുത്. തീർച്ചയായും അള്ളാഹു പരിധി ലംഘിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹർരിമൂ ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വ്രതാനുഷ്ഠാന കാലമായ റമദാനിൽ പോലും വിശ്വാസികളുടെ മാനുഷിക ഗുണങ്ങളെ ഇസ്ലാം വിലമതിക്കുന്നു. ഖുർആൻ പറയുന്നു, വ്രതത്തിൻ്റെ രാവുകളിൽ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അവർ നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കവൻ വിട്ടുവീഴ്ച ചെയ്യുകയും നിങ്ങളുടെ പാശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഭാര്യമാരുമായി സഹവസിച്ചു കൊള്ളുക. അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹു നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് തേടുകയും ചെയ്യുക. ഉഹില്ല ലക്കും ലൈലത സിയാമി റഫതു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. എന്നാൽ വെറും വികാര പൂർത്തീകരണമാവരുത് വിവാഹം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സ്ത്രീ സംസർഗം കൊണ്ട് കേവലം വികാരശമനം മാത്രം ലക്ഷ്യം വെക്കരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യമായ സന്താനലബ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുക. അതിനുവേണ്ടിയാണ് അള്ളാഹു വിവാഹം സംവിധാനിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുക, സന്താനോൽപാദനം നടത്തുക, വംശവർദ്ധനവ് സൃഷ്ടിക്കുകയും ചെയ്യുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, നിങ്ങൾ വിവാഹം കഴിക്കുകയും വംശവർദ്ധനവ് നടത്തുകയും ചെയ്യുക. തീർച്ചയായും ചാപ്പിള്ള കാരണമായി ഇവരെ കൂടുതൽ സമുദായങ്ങളുള്ളയാൾ എന്നെനിക്ക് അഭിമാനം പറയാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ എൻ്റെ ചര്യയെ നടപ്പിലാക്കിക്കൊള്ളട്ടെ. എൻ്റെ ചര്യയിൽപ്പെട്ടതാണ് വിവാഹം. ഇസ്ലാമിനെതിരെ ശത്രു സമൂഹം ഒച്ച വെക്കുന്ന ഒരു വിഷയമാണ് ബഹുഭാര്യത്വം. സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ആർക്കും ബഹുഭാര്യത്വം അംഗീകരിക്കേണ്ടി വരും. സമസ്ത ഹിന്ദു വികാസ് പരിഷത്ത് ചെയർമാൻ സ്വാമി കൈലാസനാഥാനന്ദ തീർത്ഥാപാദർ പറയുന്നു, വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനവും പൊതുപ്രവർത്തകരിലെ സദാചാര വിരുദ്ധ പ്രവണതകളും അവസാനിപ്പിക്കാൻ ബഹുഭാര്യത്വം അനിവാര്യമാണ്. പ്രമുഖ എഴുത്തുകാരൻ ഖുശ്വന്ത് സിംഗ് പറയട്ടെ, എനിക്ക് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരുമായ നിരവധി വ്യക്തികളുമായി അടുത്ത സുഹൃബന്ധമുണ്ട്. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളിൽ 4 പോയിട്ട് 2 ഭാര്യമാരുള്ളവരായി ഒരാളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ഹിന്ദു സഹോദരന്മാരിൽ 1-ലധികം ഭാര്യമാരുള്ള നിരവധി ആളുകളെ എനിക്കറിയാം. ചന്ദ്രിക 1978 സെപ്റ്റംബർ 11 ചൊവ്വ.